നമസ്കാരം. ഹൃദയസരസിൻ്റെ തീരത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകുമാരൻ തമ്പി സാറിനെ കുറിച്ചൊരു മുഖവുര മലയാളത്തിന് ഒരു അധികപ്പറ്റാണ്. മലയാളത്തിൻ്റെ 6 പതിറ്റാണ്ടായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാന കോകിലം അല്ലെങ്കിൽ ഗാന സരസ്, ഗാന സല്ലാപം എല്ലാം ചേർന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയും ദീർഘകാലം പാട്ടെഴുത്തിൽ നിൽക്കാനും നിലനിൽക്കാനും അതിജീവിക്കാനും മുന്നോട്ട് തന്നെ സഞ്ചരിക്കാനും കഴിഞ്ഞ മറ്റൊരു കവിയില്ല. കവിതയുടെ ലോകത്ത് അദ്ദേഹം ഏകദേശം 70 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ ഹോർത്തൂസിൻ്റെ ഒരു പ്രീമിയം ഗസ്റ്റാണ് അദ്ദേഹം. വളരെ പ്രിയപ്പെട്ട അതിഥിയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു ചുമതല കൂടിയാണ്. ശ്രീകുമാരൻ തമ്പി സാറുമായി ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തവണ അഭിമുഖം നടത്താൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. അപ്പം ആ രീതിയിൽ ഇതൊരു സാധാരണ അഭിമുഖമല്ല, ഇതൊരു ചർച്ചയല്ല, ഇതൊരു സല്ലാപമാണ്, ഇതൊരു പാട്ട് വർത്തമാനമാണ്. ഇത് പാട്ടുകളെക്കുറിച്ചുള്ള വർത്തമാനമാണ്. കേൾക്കുമ്പോൾ പാട്ട് പോലെ തോന്നണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വർത്തമാനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സദസ്സിലിരിക്കുന്ന ആളുകളെല്ലാം അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും ഉറപ്പുമുണ്ട്. ശ്രീ ഇ ജയകൃഷ്ണൻ, അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും സംഗീത പ്രേമികൾക്ക് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒരുപാട് പേർ കേട്ടിട്ടുണ്ടാവും. മലയാളത്തിലെ പഴയകാല സിനിമാ ഗാനങ്ങളുടെ ഒരു ഡിക്ഷണറിയാണ് ശ്രീ ജയകൃഷ്ണൻ എന്ന് ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പം ഇത് പാട്ടുപോലെ തോന്നുന്ന വർത്തമാനങ്ങളും വർത്തമാനം പറയുമ്പോൾ പാട്ടായി തോന്നുന്ന ഒരു സല്ലാപവും ചേർന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് മുഖവുരകളില്ലാതെ തമ്പി സാറിനെ സ്നേഹത്തോടെ ആമുഖത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനം. ഇവിടെ ഇ ജയകൃഷ്ണൻ, അദ്ദേഹം മലയാള സിനിമയിലെ എല്ലാ ഗാനങ്ങളും നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഓരോ സംഗീത സംവിധായകനെക്കുറിച്ചും ഓരോ ഗാനരചയിതാവിനെക്കുറിച്ചും വ്യക്തമായി പ്രഭാഷണം നടത്തുന്ന, ആ പ്രഭാഷണത്തോടൊപ്പം ഗാനമേള നടത്തുന്ന ആളാണ് ഈ ജയകൃഷ്ണൻ. ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധമുണ്ട്. ഈ JC ഡാനിയൽ അവാർഡ് കിട്ടുന്ന വ്യക്തിയെക്കുറിച്ച് കേരള ഗവൺമെൻറ്, അതായത് ചലച്ചിത്ര അക്കാദമി, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കും. അപ്പോൾ എനിക്ക് 2017 JC ഡാനിയൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെക്കുറിച്ച് ഒരു പുസ്തകം ചലച്ചിത്ര അക്കാദമി പുറത്തിറക്കി. അതിന് പ്രണയവാഹിനി എന്നാണ് പേര്. ആ പുസ്തകത്തിൻ്റെ എഡിറ്റർ ഇദ്ദേഹമാണ് വിവിധ ആളുകളുടെ ലേഖനങ്ങളടക്കി അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളൊക്കെ പുസ്തകം എഡിറ്റ് ചെയ്തത്. ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്ന പാട്ടുകൾ എനിക്ക് അദ്ദേഹം നൽകിയ സൂചന അനുസരിച്ച് പറയുകയാണ്. എൻ്റെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളല്ല എല്ലാം. സൂപ്പർ ഹിറ്റ് ആകാത്ത ചില ഗാനങ്ങളുണ്ട്. അത് സൂപ്പർ ഹിറ്റിനേക്കാളും മികച്ചതായിരിക്കും രചനയിൽ. അപ്പോൾ അങ്ങനെയുള്ള ചില പാട്ടുകളെക്കുറിച്ചും അദ്ദേഹം ഇന്ന് ഇവിടെ സംസാരിക്കും. പാട്ടുകൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പരിശോധിച്ചിട്ടില്ല. ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനാണ്. പിന്നെ ശ്രീജിത്ത് വാര്യരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ആളാണ്. ധാരാളം അഭിമുഖങ്ങൾ. മലയാള മനോരമ മ്യൂസിക്കിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഞാനുമായി നടത്തിയൊരു അഭിമുഖം, അത് 2-3 ഭാഗങ്ങളായിട്ട് യൂട്യൂബിലുണ്ട്. നിങ്ങൾ പലരും കണ്ടിരിക്കും. വളരെ വിശദമായിട്ടുള്ള അഭിമുഖങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് ഇടയിൽ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനായിരിക്കില്ല കൂടുതൽ സംസാരിക്കുക. അത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ ഞാൻ ഇടപെടും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയകൃഷ്ണേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നതിനേക്കാൾ കൂടുതൽ പാടാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നമ്മൾ മുഖവുരയായി അദ്ദേഹത്തെ പല രീതിയിൽ വിശേഷിപ്പിച്ചു. ഒരു സംഗീതജ്ഞനാണ്, സംഗീത ആസ്വാദകനാണെന്നൊക്കെ, പുസ്തക രചയിതാവാണ്. പക്ഷേ അദ്ദേഹം ഒരു സംഗീത ഗവേഷകനാണ് എന്നാണ് കുറച്ചും കൂടി ആഴത്തിൽ പറയേണ്ടത്. കേരള
ഗ്രാമീൺ ബാങ്കിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഈ സംഗീതത്തോടും സിനിമയോടും സിനിമാ ഗാനങ്ങളോടും കവിതകളോടും ഒക്കെയുള്ള അദമ്യമായ സ്നേഹം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഉള്ള അടുപ്പം വെച്ചിട്ട് അദ്ദേഹം ഈ ഒരു മേഖലയുമായി നിരന്തരം ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് കുന്നംകുളത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഹാർമോണിയമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം സാധാരണ എനിക്ക് തോന്നുന്നു ഹോർത്തൂസിലെ വൺ ഓഫ് ദ റെയറസ്റ്റ് സെഷൻസാണ് ഹാർമോണിയവും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംഭാഷണം. ഇവിടെ വേറെ അധികം സെഷനിൽ കാണുമെന്ന് എനിക്ക് സംശയമില്ല. സഞ്ജയ് സുബ്രഹ്മണ്യം അപ്പുറത്ത് ഇപ്പോൾ അത്യാവശ്യം കീർത്തനങ്ങളൊക്കെ പാടിയിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ജയേഷനായിട്ട് നമുക്കിപ്പോൾ ഈ തമ്പിസാറിൻ്റെ ഗാനങ്ങളെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മമായ വിലയിരുത്തൽ അങ്ങ് പലപ്പോഴും നടത്തിയിട്ടുള്ള ഒരാളാണ്. 60 വർഷം 2026 ജൂണിലെത്തുമ്പോൾ തമ്പിസാർ പാട്ടെഴുത്ത് തുടങ്ങിയിട്ട് 60 വർഷമെത്താണ്. ഈ 60 വർഷത്തിൽ നമ്മളൊന്ന് ഈ മുത്തിനും മുത്തായ മണിമുത്ത് കിട്ടി എന്നെഴുതിയ ആളാണ്. ഈ മുത്തിനും മുത്തായ മണിമുത്തുകളെക്കുറിച്ച് ഒന്ന് വളരെ ഹ്രസ്വമായി എങ്ങനെയാണ് ഒന്ന് വിവരിക്കാം? വളരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാറിനെക്കുറിച്ച്, സാറിൻ്റെ പാട്ടുകളെക്കുറിച്ച് എന്നെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 1 മാസം തന്നാലും ബാക്കി സമയം കാണും. കാരണം ഏറ്റവും വൈവിധ്യമായിട്ട് മലയാളത്തിൽ പാട്ട് എഴുതിയിട്ടുള്ള ആളാണ്. ഏറ്റവും വൈവിധ്യം. ബാക്കി നമ്മൾ ആരാധിക്കുന്ന വെറ്ററൻസായിട്ടുള്ള ഭാസ്കരൻ മാഷും വയലാറും ONV കുറുപ്പ് സാറും യൂസഫ് അലി കേച്ചേരിയും ഒക്കെ തന്നെ. സാറിൻ്റെ ഒരു പ്രത്യേകത, സാറ് ചലച്ചിത്രത്തിലേക്ക് വരുന്നത് ഒരു 10, 25, 26 വയസ്സുള്ള സമയത്താണ്. നമ്മുടെ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച ഒരു സിനിമ കാട്ടുമൈന എന്ന സിനിമയിൽ ആണ് അദ്ദേഹം വരുന്നത്. ബാബുരാജാണ് ആദ്യം തമ്പിസാറിൻ്റെ സംഗീത സംവിധായകൻ. തമ്പിസാർ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, തമ്പിസാർ കവിത എഴുതി കൊടുത്തപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി വേണ്ടാന്ന് പറഞ്ഞു. ഇത് പറ്റല്ല തമ്പി ആവശ്യം, കാരണം സിനിമയ്ക്ക് ആവശ്യം പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ശുണ്ഠി എടുത്ത് പോകുന്ന ആളാണ്. ബാബുരാജിൻ്റെ ഒരു അക്കാഡമിയുടെ പരിപാടിക്ക് അന്ന് അവിടെ പ്രസംഗിച്ചാണ് കോഴിക്കോട്. എന്നിട്ട് പറഞ്ഞു, ഈ ബാബുരാജ് എന്ന് പറയുന്ന ആളില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മദ്രാസിൽ ഏതെങ്കിലും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നടത്തിയിട്ട് പോവുമായിരുന്നു, കവിതയൊക്കെ എഴുതിയിട്ട്. സിനിമയിലേക്ക് ഒരിക്കലും വരില്ലായിരുന്നു. എൻ്റെ സിനിമയിലെ എല്ലാ വേഷത്തിനും കാരണക്കാരൻ ബാബുരാജാണെന്നൊരിക്കൽ സാറ് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ചില തീരുമാനങ്ങളിലുള്ള ചില കടുംപിടുത്തം എന്ന് പറയാൻ പറ്റില്ല, അതൊരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ 26-ാമത്തെ വയസ്സിൽ മലയാള ചലച്ചിത്ര ലോകത്ത് കടന്നു വന്നിട്ട് ചലച്ചിത്ര ലോകത്ത് ഡോയിൻസ് നിൽക്കുന്ന സമയത്താണ് സാറ് വരുന്നത്. അതും നമുക്കറിയാം, മലയാള സിനിമയിൽ പ്രണയഗാനങ്ങളെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ഭാസ്കരൻ മാഷാണെങ്കിലും കുറുപ്പ് സാറാണെങ്കിലും വയലാറാണെങ്കിലും അതിൽ ഭാസ്കരൻ മാഷും കുറുപ്പ് സാറും 2 ദിശയിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു 26-ാനും കടന്നു വരുന്നത്. അവിടെ വന്ന് പ്രണയത്തിൻ്റെ ഭാഷ മാറ്റി, മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ പ്രണയത്തിൻ്റെ ഭാഷ മാറ്റിയ ആളാണ് ഈ ഇരിക്കുന്നത്. അതെങ്ങനെയാണ്? നിങ്ങളെല്ലാവരും അറിയിക്കേണ്ട ഒരു കാര്യം, ഞാൻ മത്സരിച്ചത് എൻ്റെ സമപ്രായക്കാരുമായിട്ടല്ല, എൻ്റെ ഗുരുക്കന്മാരുമായിട്ടാണ്. കാരണം പി ഭാസ്കരൻ, വയലാർ, ONV ഈ മഹാരഥന്മാരുടെ പാട്ട് കേട്ടാണ് ഞാൻ വളർന്നത്. അവരുടെ പാട്ട് കേട്ടാണ് ഞാൻ വളർന്നത്. സിനിമയിൽ വന്നപ്പോൾ എനിക്ക് അവരുമായിട്ടാണ് മത്സരിക്കേണ്ടിയിരുന്നത്. കാരണം അന്ന് എൻ്റെ സമപ്രായക്കാരായിട്ടല്ല മത്സരിച്ചത്. യൂസഫ് അലി പോലും എന്നെക്കാട്ട് 6 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ വലിയേട്ടന്മാരാണ്. അവരുമായിട്ട് മത്സരിക്കാനായിരുന്നു എൻ്റെ നിയോഗം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് പ്രഗത്ഭനായ ഒരു തിരക്കഥാകൃത്ത് ചോദിച്ചു, എന്തിനാണ് ഇയാളിവിടെ നിൽക്കുന്നത്, ഇയാൾക്ക് എന്തെങ്കിലും ആകാൻ പറ്റുമോ ഇവിടെയൊക്കെ ഉള്ളപ്പോൾ, വെറുതെ പണി നോക്കി പൊയ്ക്കൂടെ, പഴയ എഞ്ചിനീയറിംഗ് പണിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കാലം എന്നോടൊപ്പം നിന്നു. ഞാൻ എഴുതി, പിന്നെയും എഴുതി, ഇവിടെ വരെ എത്തി. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തമ്പിസാർ 2 കാര്യങ്ങൾ പറയാം. അധിക കാര്യങ്ങളൊന്നും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തമ്പിസാറ് ഒറ്റയാനായി നിന്നത് പുത്തൻ വാക്കുകളെ കോയിൻ ചെയ്തിട്ടാണ്. പാട്ടെടുത്ത് നിങ്ങൾ പരിശോധിക്കുക, തമ്പിസാറിൻ്റേതായ ഒരു കോയിനേജ് ഉണ്ട് എല്ലാ വാക്കുകൾക്കും. അതാണ് ഭംഗിയാക്കുന്നത്. അതായത് വളരെ ഫേമസ് ആയിട്ടൊരു പാട്ട് തിരുവോണം എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടുണ്ട്. നമ്മളതിൽ കേട്ട് പരിചയിച്ച പാട്ട് തിരുവോണ പുലരിതൻ
തിരുമുൽക്കാഴ്ച വാങ്ങാൻ. പൊതുവെ അങ്ങനെ സംഭവിക്കും സിനിമകളിൽ. ഒരു കമ്പോസറുടെയോ ഒരു റൈറ്ററുടെയോ അല്ലെങ്കിൽ ഒരു സിംഗറുടെയോ ഏറ്റവും മികച്ച പാട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. 2 പാട്ടിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം ഇത് തന്നെ. ഈ സിനിമയിൽ നമ്മൾ കേട്ട ഏറ്റവും പരിചയിച്ച പാട്ട് തിരുവോണപ്പുലരിയാണ്. അതിൽ യേശുദാസ് സാർ പാടിയ ഒരു പാട്ടുണ്ട്, എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി. അതിൻ്റെ ലിറിക്സ് മാത്രം ആദ്യം ഞാൻ പറയാം. ഒരു മിനിറ്റ്. എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി, ജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മധീരയാം പ്രാണേശ്വരി. എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി. സ്വർഗമാധവം സുസ്മിതമാക്കിയ സ്വപ്നവരവർണിനി, സപ്തസ്വരസുധമണിനാദമാക്കിയ ശബ്ദവാഗീശ്വരി, എൻ്റെ ജീവേശ്വരി ജീവേശ്വരി. ആ ആ ആ എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി. നൃത്തമാധുരി പദമലരാക്കിയ ചിത്തസഞ്ചാരിണി, ആകാശനീലം അരവിന്ദമാക്കിയ അത്ഭുത മായാവിനി എൻ്റെ പ്രിയകാമിനി. ഇങ്ങനൊരു കോയിനേജ് മലയാളത്തിൽ വേറെ ഏത് പാട്ടെഴുത്തുകാരനാണ് നടത്തിയിട്ടുള്ളത്? പ്രണയത്തിന് ഇത്രയും മധുരമായ ഒരു ഭാഷ. ചേട്ടാ ഒരു മിനിറ്റ്, എൻ്റെ ഒരു സംശയം ഞാൻ സാറിനോട് മുമ്പും ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഹൃദയേശ്വരി സ്വന്തം ഭാര്യയായ രാജേശ്വരി തന്നെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ ആകണം നിർബന്ധമില്ല. നമ്മളൊരു സിറ്റുവേഷന് വേണ്ടിയാണ് പാട്ടിടുന്നത്, ഒരു പ്രത്യേക സിറ്റുവേഷന് വേണ്ടി. അപ്പോൾ നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല ജീവിതത്തിൽ ഇന്നേ വരെ. പക്ഷേ മദ്യപാനിക്ക് വേണ്ടി ഞാൻ പാട്ടെഴുതുമ്പം മദ്യത്തെ പുകഴ്ത്തും. ഒന്ന് ചിരിക്കാൻ എല്ലാം മറക്കാൻ ഒരിക്കൽ കൂടി ഞാൻ കുടിച്ചോട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ശ്രീകുമാരൻ മുഴുവൻ ഭയങ്കര വെള്ളമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? അതാ കഥാപാത്രത്തിന് വേണ്ടി. അത് ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിൽ മധു അഭിനയിക്കുന്ന ആ മദ്യപാനിയായ കഥാപാത്രത്തിന് വേണ്ടി എഴുതുമ്പോൾ ഞാൻ ആ കഥാപാത്രമായിട്ട് മാറും. അതായത് ഗാനരചയിതാവ് നടത്തുന്നത് ഒരു പരകായ പ്രവേശമാണ്. അപ്പം ഹൃദയസരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ 7 അഴകുള്ള എന്നൊക്കെ പ്രയോഗിക്കാൻ കാരണം ആ പാടുന്ന കഥാപാത്രം ഒരു ചിത്രകാരനാണ്, അയാളുടെ വർണ്ണങ്ങളുടെ ലോകമാണ്. അപ്പോൾ ഞാൻ ചിത്രകാരനായിട്ട് മാറുകയാണ്. ചിത്രകാരനെ മാറിയിട്ടാണ് ഞാൻ വരികൾ എഴുതുന്നത്. അതേ സമയത്ത് ഞാൻ തന്നെ നിർമ്മിച്ച ജയിക്കാനാ ജനിച്ചു എന്ന പടത്തിൽ ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്. അത് ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ, 4 വളയും വാങ്ങി നീ നടന്നപ്പോൾ, 4000 പവനുരുകും നിന്റെ മേനിയിൽ, ഒരു നല്ല കസവ് നേരിയതാകാൻ ഞാൻ കൊതിച്ചുപോയി. അത് വളക്കച്ചവടക്കാരൻ പാടുന്ന പാട്ടാണ്. വളക്കച്ചവടക്കാരനെ ഹൃദയ സരസെന്നോ അല്ലെങ്കിൽ 7 നിറങ്ങളിൽ നിന്നും പറയാൻ പറ്റില്ല, അവൻ്റെ ലോകം വേറെയാണ്. അപ്പോൾ അവിടെ ഞാൻ വളക്കച്ചവടക്കാരായിട്ട് മാറും. ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്. പക്ഷേ ഞാൻ സൂക്ഷിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ ആ സന്ദർഭത്തിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കരുത്. ആ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും ആ പടം നിലനിൽക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും,
കരയുമ്പോൾ കൂടെ കരയാൻ നീ നിഴൽ മാത്രം വരും. അതൊരു സിറ്റുവേഷന് വേണ്ടി മാത്രമുള്ള, പക്ഷേ ആ സിറ്റുവേഷൻ മാച്ചിങ് ആണ്. അപ്പോൾ സിറ്റുവേഷന് വേണ്ടി പാട്ടിടുമ്പോൾ ആ സിറ്റുവേഷൻ നിൽക്കാൻ മാത്രമല്ല. ഇപ്പോൾ സ്വന്തം എന്ന പാട്ടിന് എന്തർത്ഥം, ബന്ധുവാര് ശത്രുവാര്, ഇതൊക്കെ ആ സിറ്റുവേഷന് വേണ്ടി മാത്രമുള്ളതല്ല, അത് കാലാതിവൃത്തിയായി മാറും. കാരണം എല്ലാവർക്കും എപ്പോഴും തോന്നുന്ന അനുഭവങ്ങൾ, ചിന്തകൾ, അതൊക്കെ പാട്ടുകളിൽ കൊണ്ടുവന്ന് ഞാൻ. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ഹിറ്റ് പറയും. ഇപ്പോൾ മുത്തിയിൽ മുത്തായ മണിമുത്ത് കിട്ടിയെന്ന പാട്ടിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം എത്ര സുന്ദരിയെക്കുറിച്ച് പറഞ്ഞു. 75 വന്ന പാട്ടാണ് എത്ര സുന്ദരി എത്ര പ്രിയങ്കരി, തിരുവോണപ്പുലരിയൊക്കെ 75 വർഷം. അന്ന് എനിക്ക് 35 വയസ്സാണ്. അപ്പോൾ അത് ഇപ്പോൾ അതിന് 50 വർഷം കഴിഞ്ഞു. 50 വയസ്സായി ആ പാട്ടിന്. അപ്പോൾ 50 വയസ്സായ ആ പാട്ടിനെ കുറിച്ച് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നുള്ളതാണ്. അതാണ് എന്തെങ്കിലും എൻ്റെ പാട്ടിന് പ്രത്യേകത ഉണ്ടെങ്കിൽ പറയാനുള്ള കാരണം അതാണ്. കാരണം ഞാൻ എഴുതുമ്പോൾ തന്നെ ഇത് ആ സിറ്റുവേഷനിൽ മാത്രം നിന്നാൽ പോരാ, അത് കാലത്തെ അതിജീവിക്കുന്നവരെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നു. പാട്ടിലേക്ക് വരാം. അതിന് മുമ്പ് എനിക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ആ പാട്ടിലേക്ക് വരാം ചേട്ടാ. സാറേ, എന്നാൽ പിന്നെ നമുക്ക് പാട്ടിലേക്ക് വരികയാണെങ്കിൽ, ഈ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്നുള്ള പാട്ട് സത്യം പറഞ്ഞാൽ ചിരി വരുന്ന പാട്ടല്ല, കരച്ചിൽ വരുന്ന പാട്ടാണ്. പക്ഷേ ചിരി വരുന്ന കുറേ ചിരികൾ സാറിൻ്റെ പാട്ടുകളുണ്ട്. അതൊന്ന് അനലൈസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇത് കണ്ണൂർ ഡീലക്സ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. കണ്ണൂർ ഡീലക്സിലെ പാട്ട് നമ്മൾ എപ്പോഴും കേട്ടത് മറക്കാൻ കഴിയുമോ, പ്രേമം മനസ്സിൽ വരയ്ക്കും, വർണ്ണചിത്രങ്ങൾ മായ്ക്കാൻ കഴിയുമോ എന്നൊക്കെയാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് തോന്നിയൊരു കാര്യം പറയുകയാണ്. ഈ പാട്ടിൽ സീനിൽ അഭിനയിക്കുന്ന ആൾ വളരെ നിർണായകമായ ഒരു സംഗതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സീനിൽ അഭിനയിക്കുന്നത് KP ഉമ്മറാണ്. ഇപ്പോൾ സാറ് എഴുതിയിട്ടുള്ള പാട്ടൊക്കെ മുഴുവൻ അഭിനയിച്ചിട്ടുള്ളത് നസീർ സാറാണ്. സാറല്ല, മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പാട്ടുകളും പാടിയിട്ടുള്ളത് നസീർ സാറാണ്. ഈ KP ഉമ്മർ സത്യത്തിൽ വില്ലനാണെന്ന്, അപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായ വേറൊരു വേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം, ചിലപ്പോൾ അങ്ങനെയാവാം. കാരണം ഒരാളുടെ പ്രസൻറ്റേഷൻ്റെയൊക്കെ വിഷയമാവാൻ ചിലപ്പോൾ. ഈ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചിരിയെക്കുറിച്ചാണ് പാട്ട്. എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ, എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ, എത്ര ചിരിച്ചാലും ചിരി തീരുമോ, എങ്ങനെ കോരി നിറച്ചു നിൻ കണ്ണിൽ നീ ഇത്ര വലിയ സമുദ്രം, അനുരാഗ സ്വപ്ന നീല സമുദ്രം, എങ്ങനെ നുള്ളി വിടർത്തി നിന്നുള്ളിൽ നീ ഇത്ര വലിയ വസന്തം, അനുരാഗ സ്വപ്നവർണ്ണ വസന്തം, എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. ഇതേ ആൾ തന്നെ ഇത് കമ്പോസ് ചെയ്തുള്ള ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അർജുന മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയുമാണ്. ദേവരാജ മാഷ് അടുത്ത ശ്രേണിയിലേ വരുന്നുള്ളൂ. പിന്നെ ബാബുഖാൻ്റെ കൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ പലതും നമ്മൾക്ക് അകലെ നീലാകാശം പോലെയോ അല്ലെങ്കിൽ 2-3 പാട്ടുകളെക്കുറിച്ചേ നമുക്ക് സാധാരണ പാട്ട് കേൾക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ. ബാബുരാജിൻ്റെ കൂടെ തമ്പിസാർ ചെയ്തിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കാത്ത, ഒരു പക്ഷേ തമ്പിസാർ എഴുതിയത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് ബാബുരാജിൻ്റെ കൂടെ എഴുതിയിട്ടുള്ളത്. അത് ഞാൻ പറയാം സമയമുണ്ടെങ്കിൽ. ഈ സിനിമ, വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയാം. ഈ സിനിമയുടെ പ്രശസ്തി ഒരു വിഷയമാണ്. ഇപ്പോൾ പുലിവാല് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. ഈ പുലിവാല എന്ന് പറയുന്ന സിനിമ വീരരാഘവൻ നായർ പറയാ നടൻ വീരൻ എന്ന് പറയുന്ന ആളുടെ ഒക്കെ ഒരു നാടകമാണ്. അത് സിനിമയ്ക്ക് ഇതാണ്, നസീർ സാറും ജയഭാരതി. ഇതിൽ ഒരു പാട്ടുണ്ട്,
ആ പാട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പല സ്റ്റേജിലും ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ടോ മലയാള സിനിമയിൽ. അങ്ങനെ ഒട്ടനവധി പാട്ടുകൾ അങ്ങനെ കാണാതെ പോയിട്ടുണ്ട്. ഒരു പക്ഷേ സിനിമ പ്രശസ്തമല്ലാത്തത് കൊണ്ടാവാം, അങ്ങനെയാവാം. ഈ പാട്ട് ഇത് ഈ പുലിവാല എന്ന് പറഞ്ഞ പോലത്തെ ഒരു പേരുള്ള സിനിമയിലെയാണ് ഈ പാട്ട്. ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവേണ്ട പാട്ടാണ്. ഞാൻ പാടുമ്പോൾ അത് ഓർമ്മ വരും. തങ്കമേ നിൻ പൂഞ്ചിറകിൽ, തങ്കമേ നിൻ പൂങ്കവിളിൽ, പൂമ്പൊടിയാ നാണം, ആ പൂമ്പൊടിയിൽ രാഗവർണ്ണ തൂവൽ നീലത്തൂവൽ നീന്തും, ഒരു കൊച്ചു നുള്ളു തന്നാൽ ഒരു സന്ധ്യ പൂത്തുലയും, എൻ്റെ വിരൽ തുമ്പിലപ്പോൾ ഒരു വസന്തം അലയടിക്കും, നീ ചിരിക്കും ഞാൻ ചിരിക്കും, പ്രപഞ്ചം നമ്മുടെ ലഹരിയാകും, ചിരിയൂ ചിരി ചിരിയോ ചിരി, ചിലമ്പണിഞ്ഞ തെക്കൻ കാറ്റിന് ചിരിയൊതുക്കാൻ മേല, കുപ്പിവളയണിഞ്ഞ വള്ളിപ്പെണ്ണിനും ചിരിയൊതുക്കാൻ മേല, ചിരിയൂ ചിരി ചിരിയോ ചിരി. ഇത് കടുവയെ പിടിച്ച കിടുവ, കടുവായെ പിടിച്ച കിടുവ എന്നാണ് കടുവയെ പിടിച്ച കിടുവ എന്നുള്ള പടത്തിലെ പാട്ട്. ഈ രണ്ട് ചിരികൾക്കിടയിൽ വേറൊരു ചിരി, ഈ രണ്ട് ചിരിയുടെ ഇടയ്ക്ക് ഒരു ചിരി പറഞ്ഞിട്ടുണ്ട്. അത് അവൾ ചിരിച്ച അത് ഞാന് തമ്പി സാറിൻ്റെ സത്യം പറഞ്ഞാല് സത്യം തുറന്നു നുണ പറയുകയല്ല, ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന പ്രായം തമ്പി സാറിൻ്റെ പ്രായമാണ്. ഒരു 15-16 വയസ്സൊക്കെ കാലത്താണല്ലോ നമ്മൾ തമ്പി സാറിൻ്റെ പാട്ട് കേൾക്കുന്ന ഒരു പ്രായം. എൻ്റെയൊക്കെ പ്രായം അതാണ്. അതിൽ തമ്പി സാറിൻ്റെ ആദ്യമായിട്ട് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ സാറാണ്. പിന്നെ അതിൽ തൻ്റെ ഗുരുനാഥനെ പോലെ കണക്കാക്കുന്ന ഭാസ്കരൻ മാഷെ കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് പാട്ടും എഴുതിച്ചിട്ടുണ്ട് സാറ്. അതിലുള്ള പാട്ടാണ് അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തു നക്ഷത്രമാകും. അതായത് പെണ്ണിൻ്റെ ചിരി, ആ ചിരി ആ കൊഴിയുന്ന മുത്തെടുത്ത് അണിഞ്ഞാൽ നമ്മൾ ആകാശമായി തീരും എന്ന് കാമുകിയെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞിട്ടില്ല. താരകരൂപിണി എന്ന് പ്രിയപ്പെട്ടവളെ വിളിച്ചവരാരും മലയാള ഗാനം എഴുതിയിട്ടില്ല. താരകരൂപിണി എന്ന് പ്രിയപ്പെട്ടവൾ വിളിക്കണമെങ്കിൽ പ്രണയത്തിൻ്റെ ആഴം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും, അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു പകലും രാത്രിയാകും, ആ നക്ഷത്ര രത്നങ്ങൾ വാരിയണിഞ്ഞാൽ ആകാശമാകും എന്നാണ്. എന്ന് മാത്രമല്ല, വാനവും ഭൂമിയും കപ്പം കൊടുക്കും വരവർണ്ണിനിയല്ലേ, വാർമഴവില്ലിൻ 7 നിറങ്ങൾ പകർന്നതവളല്ലേ, നിറങ്ങൾ പകർന്നതവളല്ലേ, അവൾ നടന്നാൽ ഭൂമി തരിക്കും, അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു മുള്ളും പൂമുല്ലയാകും, ആ നവമാലികകൾ വാരിയണിഞ്ഞാൽ ആരാമമാകുമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഒരൊറ്റ ആളെ കുറിച്ചാണ് ഈ എഴുതിയിട്ടുള്ളത്. ഒരു ഉല്ലേഖം എന്ന അലങ്കാരം ഉപയോഗിച്ച് പോലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുക. ഇത് അലങ്കാരത്തിനൊക്കെ അപ്പുറമാണ് ഈ അലങ്കരിക്കൽ. അത് പാട്ടിങ്ങനെയാണ്, അറിയാത്തവരുണ്ടാവില്ല. വാനവും ഭൂമിയും കപ്പം കൊടുക്കും വരവർണ്ണിനിയല്ലേ, അവളൊരു വരവർണ്ണിനിയല്ലേ, വാർമഴവില്ലിൻ 7 നിറങ്ങൾ പകർന്നതവളല്ലേ, നിറങ്ങൾ
പകർന്നതവളല്ലേ. അവൾ നടന്നാൽ ഭൂമി തരിക്കും, ആ കുളിരിൽ പൂക്കൾ വിടരും. അതു കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു മുള്ളും പൂമുല്ലയാകും. ആ നക്ഷത്രരത്ന ആ നക്ഷത്രരത്നങ്ങൾ വാരിയണിഞ്ഞ ആകാശമാകും. അത് ആദ്യത്തെ വരിയാണ്. അത് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പാടിയതാണ്. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തു നക്ഷത്രമാകും. തമ്പി സാറ് പറയട്ടെ, തമ്പി സാറ് പറയട്ടെ. തമ്പി സാറിനോട് പറയാം. സാറ് ആളുകൾക്ക് സാറ് സംസാരിക്കുന്നത് കേൾക്കണം. അപ്പോൾ അതും കൂടി ആവാം. സാറിനോട് ഈ പാട്ടുമായി ബന്ധപ്പെടുത്തി ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ സമീപകാല പാട്ടുകളിൽ പൊതുവെ കേൾക്കുന്ന ഒരു വിമർശനം പാട്ടുകൾ വളരെ ലളിതവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അന്യവൽക്കരിക്കപ്പെടുന്നു സിനിമയിൽ നിന്ന്. ഇത് വെറും സംസാരത്തിനുള്ള പ്രോഗ്രാം അല്ല, ഇവിടെ പാട്ടും വേണം. അതെ, രണ്ടും ഉണ്ട്. പാട്ടും കേൾക്കണം. ആ രണ്ടും കൂടെ ലയിച്ചു പോയാൽ മാത്രമേ. ഇത് പ്രഭാഷണത്തിൻ്റെ സ്റ്റേജല്ല, വേദിയല്ല ഇത്. അപ്പം അദ്ദേഹം എൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം എൻ്റെ പാട്ടുകൾ അദ്ദേഹം നന്നായി പാടും, അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഒരുപാട് അഭിമുഖങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്. എങ്കിൽ ഈ പാട്ടിനെക്കുറിച്ച് മാത്രം എൻ്റെ സുഹൃത്ത് ചോദിച്ചുകൊണ്ട് ഈ പാട്ടിനെക്കുറിച്ച് മാത്രം പറയാം. ഇത് ആദ്യം ഞാൻ എഴുതുമ്പോൾ എഴുതി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീതം. എൻ്റെ ഗുരുനാഥനായ പി ഭാസ്കരനാണ് നിർമ്മാതാവും സംവിധായകനും, വിലയ്ക്ക് വാങ്ങിയവനുടെ. അപ്പോൾ അദ്ദേഹം ഈ പാട്ട് ഞാൻ കൊടുത്തു. അദ്ദേഹം വായിച്ചു ചിരിച്ചിട്ട് സ്വാമിയുടെ കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി അത് നോക്കിയിട്ട്, എന്താടോ ഇത്, അവൾ ചിരിച്ചാൽ മുത്തു ചേറും, ആ മുത്തു നക്ഷത്രം, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, എന്ത് ചൂണ്ടിടുകയാണ്. അപ്പം അദ്ദേഹത്തിന് ദക്ഷിണാമൂർത്തി സ്വാമിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ശാസ്ത്രീയ സംഗീത വിശാരദനാണ്. അപ്പം അദ്ദേഹത്തിന് ഗമകമില്ലാതെ സംഗീതമില്ല. അപ്പോൾ അവൾ ചിരിച്ചാൽ മുത്തു ചിതറും എന്ന് അദ്ദേഹം ട്യൂൺ ചെയ്യും. അല്ലാതെ ലളിതമായി ട്യൂൺ ചെയ്യാൻ വലിയ പ്രയാസമാണ്. അപ്പം ഇങ്ങനെ 3-4 രീതിയിൽ ഇദ്ദേഹം ട്യൂൺ ചെയ്തു. എല്ലാം ഈ ഗമക സഹിതമായ പല രാഗങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി ഇത് അങ്ങനെയല്ല, ഇതൊരു കോളേജ് സ്റ്റുഡൻസൊക്കെ പാടി നടക്കേണ്ട പാട്ടാണ്. അപ്പോൾ ലളിതമാകണം. അപ്പോൾ ഇതിൽ കൊല്ലം കണ്ട് ലളിതമാക്കുന്നത് ഗമകമില്ല സംഗീതമുണ്ടോ എന്നൊക്കെയാണ് സ്വാമി ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാത്തപ്പോൾ അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞു, പിന്നെ താനെന്താ മനസ്സിൽ വെച്ചിരിക്കുന്നത് അത് പറഞ്ഞു. എഴുതിയപ്പോൾ എന്താ, അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, മുത്തു നക്ഷത്രമാകും, അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ. അപ്പോൾ അത് അദ്ദേഹം എങ്ങനെ മാറ്റി, അവൾ ചിരിച്ചാൽ മുത്തു ചിതറും. അപ്പം അങ്ങനെ ഒരു നമ്മുടെ സാധാരണ ഈണത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പം ഞാനും അർജുനൻ മാസ്റ്ററും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ദേവരാജൻ മാസ്റ്ററോടൊന്നും നമുക്ക് ട്യൂണിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. താൻ പാട്ട് എഴുതിയാൽ മതി, ട്യൂൺ ഞാൻ ചെയ്തോളം മിണ്ടായിരിക്കാൻ പറയും, അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പോൾ MS വിശ്വനാഥൻ പോലും, വിശ്വേട്ടൻ ഞാൻ വിളിക്കുന്നത് MS വിശ്വനാഥൻ പോലും കവിയുടെ സജഷൻ സ്വീകരിക്കും. ഇനി ആ പാട്ടുകൾ MSVയുടെ ഒരു പാട്ട്. നമ്മൾ സാധാരണ സാറിൻ്റെ പടത്തിലത്തെ, അതായത് സാറിൻ്റെ ആദ്യത്തെ സിനിമ ചന്ദ്രകാന്തത്തിൽ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന പാട്ട് ജയചന്ദ്രൻ പാടിയ രാജീവ് നയനെ നീ ഉറങ്ങുമോ, അത് വല്ലാത്തൊരു പാട്ടാണ്, ഗംഭീര പാട്ടാണത്. മലയാളത്തിലുണ്ടായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണത്. അത് നമുക്കൊക്കെ അറിയുന്നതാണ്. അതിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ചൊരു വിരഹ ഗാനമുണ്ട്. അപ്പോൾ അത് ഞാൻ ജയചന്ദ്രൻ പാടിയ ഈ പാട്ടിലൊരു വരി പാടാം.
ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോ ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാംബരം പോ അഴകേ നിൻ കുളിർമാല ചൂടി അരികത്തുറങ്ങാതിരിക്കാൻ ആരീരരോ രാരീരരോ ആരീരരോ ആരീരരോ രാജീവനയനേ നീയുറങ്ങ് രാഗവിലോലി നീയുറങ്ങ്. ഞാൻ പറഞ്ഞ പാട്ട് അതല്ല. നിത്യരാഗനന്ദനത്തിൽ സ്വപ്നപുഷ്പശയ്യകളിൽ നിന്നെയോർത്തു കേഴുന്നു ഞാൻ നിദ്രയില്ലാതെ. രാത്രികൾ തൻ ശൂന്യതയിൽ പ്രേമപൂജ ചെയ്തിടുന്നു സത്യമായ നിൻ പ്രഭതൻ പൂക്കളില്ലാതെ. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമയി വാഴുന്നു ഞാൻ സുഖമറിയാതെ സുഖമറിയാതെ. കൽപ്പന തൻ കണ്ണുനീരിൽ സ്മരണ തൻ ഗൽഗതത്തിൽ കൽപ്പന തൻ കണ്ണുനീരിൽ സ്മരണ തൻ ഗൽഗതത്തിൽ വ്യർത്ഥമെന്നും പാടുന്നു ഞാൻ ശ്രുതി അറിയാതെ ശ്രുതി അറിയാതെ. സാർ ഒരു കാര്യം നേരത്തെ സാറ് പറഞ്ഞിരുന്നു ഈ പാട്ട് സാറേ സാർ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ പാട്ടുമായി ബന്ധപ്പെട്ടല്ല. സാറ് നേരത്തെ പറഞ്ഞിരുന്നു ഈ പാട്ടുകൾ കാലാതിവർത്തിയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പാട്ടുകൾ എഴുതിയിരുന്നതെന്ന്. സത്യമാണ്. അല്ല അത് സത്യത്തിൽ ഞാൻ ആദ്യമായി നിർമ്മിച്ച സംവിധാനം ചെയ്ത ചന്ദ്രകാന്തത്തിലെ പാട്ടാണ്. അല്ല ഞാൻ ഈ പാട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കാലാതിവർത്തിയായി നിലനിൽക്കണം എന്ന് എല്ലാ പാട്ടെഴുത്തുകാരും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് പല പാട്ടുകളും അങ്ങനെ ആവാതെ പോകുന്നത്? അതിൽ എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം പറയാം. ഞാൻ സിനിമയെ പറഞ്ഞല്ലോ, എൻ്റെ ഗുരുനാഥന്മാരുമായിട്ടാണ് ഞാൻ മത്സരിച്ചത്. അപ്പം നല്ല കഥകളൊക്കെ അവർക്ക് കിട്ടും. ഇപ്പം നല്ല ഒരു നോവൽ സിനിമയാക്കുന്നു, വയലാറല്ലേ പി ഭാസ്കരൻ പാട്ട് എഴുതുള്ളൂ. എനിക്ക് കിട്ടിയ പടങ്ങളൊക്കെ ഇടിപ്പടങ്ങളാണ്. അതായത് കൊച്ചിൻ എക്സ്പ്രസ്, ഡേഞ്ചർ ബിസ്ക്കറ്റ്, റെസ്റ്റ് ഹൗസ്, ലോട്ടറി ടിക്കറ്റ്, ഇത്തരം പടങ്ങൾ, മറുനാട്ടിൽ മലയാളം, ഇത്തരം പടങ്ങൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ അതിനകത്ത് കുറച്ച് ആ ഇടിപ്പടത്തിൻ്റെ നിലവാരത്തിൽ പാട്ട് എഴുതി അങ്ങ് പോയാൽ ഞാനിപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല, നിങ്ങളാരും എന്നെക്കുറിച്ച് സംസാരിക്കുമായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കിട്ടുന്ന അവസരം വിനിയോഗിക്കാൻ ഞാൻ അവിടെ ഒരു ലോട്ടറി ടിക്കറ്റ് എന്നൊരു പടം, ഇപ്പോൾ മനോഹരി നിൻ മനോരഥത്തിൽ എന്ന പാട്ട് ലോട്ടറി ടിക്കറ്റില്ല. ലോട്ടറി ടിക്കറ്റിൻ്റെ പാട്ടിന് ആവശ്യമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ ഈ പാട്ടിനെ എഴുതുമ്പോൾ നിർമ്മാതാവ് സംവിധാനം പറയും അത്രയും വേണോ, നമ്മുടെ പടം എൻ്റർടൈനറല്ലേ, കുറച്ചുകൂടെ സിമ്പിളായിട്ട്. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അറിയാമല്ലോ, ഞാൻ തുറന്നു പറഞ്ഞ ആളാണ്,
പടമോ തല്ലിപ്പൊടിയാണ്, പാട്ടെങ്കിൽ നന്നാവട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് എന്നോട് പിണങ്ങിയ നിർമ്മാതാക്കളുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പടമോ തല്ലിപ്പൊടിയാണ്, പാട്ടെങ്കിൽ നന്നാവട്ടെ, അത് നിങ്ങൾ ഉപദ്രവിക്കാതെ പാട്ട് നന്നായിക്കോട്ടെ എന്ന്. അപ്പം അത് അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് എൻ്റെ പാട്ടുകൾ നിലനിന്നത്. കാരണം എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടിയില്ല, വളരെ കുറച്ച് അവസരങ്ങൾ, നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയ മോശം അവസരങ്ങൾ ഞാൻ എൻ്റെ വഴിയിൽ കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് ഈ പാട്ടുകൾക്ക് നിലനിന്നു. നമുക്കൊക്കെ അറിയാത്തൊരു സത്യമുണ്ട്, അറിയുന്നതും അറിയാത്തതുമായൊരു സത്യം. ശ്രീകുമാരൻ തമ്പി സാറിന് 3 സ്റ്റേറ്റ് അവാർഡേ കിട്ടിയിട്ടുള്ളൂ, ഒരു ദേശീയ അവാർഡ് പോലും കിട്ടിയിട്ടില്ല. ശ്രീകുമാരൻ തമ്പിക്ക് കൊടുക്കാത്ത ആ അവാർഡിൻ്റെ വലിപ്പമാണല്ലോ കുറഞ്ഞു പോയിരിക്കുന്നത്. എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ഞാൻ ഒരിക്കൽ സാറിനോട് വളരെ പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു. ശ്രീധ, അതിൽ ഭൂരിഭാഗം പടങ്ങളും അവാർഡിന് അയക്കാൻ കൊള്ളുന്നതായിരുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉത്തരം. അപ്പോൾ അല്ലെങ്കിൽ അത് അയച്ചിട്ടില്ല, അവർ മാത്രമല്ല ഈ സിനിമയൊന്നും അവാർഡിന് പോയില്ല. അതെ, ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് അവാർഡിന് പോകും, പിക്നിക്ക് എല്ലാ പാട്ടും. ഇപ്പം കസ്തൂരി മണക്കുന്നല്ലോ കാറ്റെഴുതി വരുമ്പോൾ ആ പാട്ട്, ആ പടങ്ങളുള്ള മറ്റേ വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖ രാത്രി, ആ പാട്ടുകളൊക്കെ ഉള്ള പിക്നിക്കിന് അവാർഡ് പോയിട്ടില്ല. പോയിരുന്ന് കിട്ടിയേനെ, പക്ഷെ അവാർഡിന് പോകില്ല പടങ്ങളൊന്നും. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു പരിസ്ഥിതിയായിരുന്നു അന്ന്, എനിക്കിതേ കിട്ടിയുള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. അല്ല, ഒരു ചോദ്യം കൂടി സാർ, നേരത്തെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. അതായത് ഈ അവൾ ചിരിച്ചാൽ മുത്തു ചിതറും എന്നുള്ള പാട്ട് സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള വരികളാണ്, വളരെ ലളിതമായിട്ടുള്ള വരികളാണ്. നമ്മളുടെ പുതിയ കാല പാട്ടുകളിലുള്ള ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും പറയപ്പെടുന്നത് ആ പാട്ടുകൾ അങ്ങേയറ്റം ലളിതവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്ന് അങ്ങനെ എഴുതുമ്പോൾ അത് അംഗീകരിക്കപ്പെടുകയും ഇന്നത് അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിൽ എന്തായിരിക്കും ഒരു വ്യത്യാസമുണ്ട്? ആ ലളിതവൽക്കരിക്കുമ്പോഴും അതിലൊരു കാവ്യഭംഗിയുണ്ട്, ഡെപ്തുണ്ട്, ആ വരികൾക്ക് ഡെപ്തുണ്ട്. ഇപ്പോൾ അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തു നക്ഷത്രമാകും, അത് കണ്ടാൽ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, അത് ആ മുത്ത് നക്ഷത്രമാകും, ആ നക്ഷത്ര രത്നങ്ങൾ ഞാൻ വാരി അണിഞ്ഞാൽ ഞാൻ ആകാശമായിട്ട് മാറും എന്നൊരു ഭാവന ഉണ്ട് അതിനകത്ത്. അത് ഇത്ര ലളിതമായിട്ട് പ്രയോഗിച്ചെങ്കിലും വളരെ ഡീപ്പായിട്ടുള്ളൊരു ആശയമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ നല്ല പ്രതീക്ഷയോടെ ഇരുന്ന വരികൾ, അവൾ നടന്നാൽ ഭൂമി തരിക്കും, ആ കുളിരിൽ പൂക്കൾ വിടരും. ഈ പാട്ട് സൂപ്പർ ഹിറ്റായപ്പോൾ അന്ന് കോളേജ് പിള്ളേർ, നമുക്കറിയാലോ അന്നത്തെ കോളേജ് പിള്ളേർ തടിച്ച പെമ്പിള്ളേർ നടന്നു പോകുമ്പോൾ അവൾ നടന്നാൽ ഭൂമി കുലുങ്ങും എന്ന് തിരുത്തി എഴുതി അല്ലേ. അപ്പം അത് നമ്മുടെ ജനങ്ങളുടെ പിന്നെ നാട്ടുകാരുടെ അതെങ്ങനെ വേണേ പാട്ടുകൾ, സിനിമാ ഗാനങ്ങൾ നമ്മൾ കവിതകളെ പോലെയല്ല. സിനിമാ ഗാനങ്ങൾ ജനങ്ങൾ മനസ്സിലേറ്റും. എല്ലാ കവിതകളും എല്ലാവർക്കും മനസ്സിലേറ്റാൻ പറ്റില്ല. പക്ഷേ സിനിമാ ഗാനങ്ങൾ ഒരു സാധാരണക്കാരനും അത് പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ കയറും, പിന്നെ ഓർമ്മിക്കും, അവൻ ഓർമ്മിച്ച് പാടും. അവന് പാടാൻ കഴിവില്ലെങ്കിൽ അവൻ തനിച്ചിരുന്ന് പാടും. അതാണ് സിനിമാ ഗാനങ്ങളുടെ പ്രത്യേകത. ഈ ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ പലതും വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 പാട്ടുകളിലേക്കും കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഈ അർജുനൻ മാഷയുടെ കൂട്ടത്തിലുള്ള ഒരു വളരെ റെയറായിട്ടുള്ള ഒരു പാട്ട്, നമ്മൾ പുലിവാലിലെ തന്നെ പാതിരാ നക്ഷത്രം കഥകടച്ചു എന്നുള്ള, അതൊന്ന് അവതരിപ്പിച്ചാൽ കൊള്ളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞേ, പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ പാട്ടാത്. പാട്ടുകാർക്കൊന്നും അറിയില്ല, പാട്ടുകാർക്കറിയില്ല, അത് വേറെ കാര്യം. അത്തരം പാട്ടുകളൊന്നും അറിയില്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. ഇത് പാട്ടിനെ കുറിച്ച് എഴുതുന്ന ആളുകൾക്ക് പോലും ഈ പാട്ട് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഷ്ടം. അതായത് രതി ഇത്ര വിദഗ്ധമായിട്ട് അടക്കം ചെയ്തിട്ടുള്ള ഒരാൾ വേറെ മലയാള സിനിമയിലില്ല. ഇതിനകത്ത് വളരെ മനോഹരമായിട്ട് രതി അടക്കം ചെയ്ത ഒരു പാട്ടാണ്. ഇതിലത്തെ ഒരു 4 വരിയും ഇതല്ലാതെ മറ്റൊരു പാട്ടിലുള്ള കാര്യം കൂടെ ഞാൻ പറയാം. ഇത് പാതിരാ നക്ഷത്രം കഥകടച്ചു, പാദവിളക്കുകൾ കണ്ണടച്ചു, സ്വപ്നത്തിനറുവൃത്തി പൂവനം പൂകുവാൻ നിദ്ര തൻ തേരേറാം ഓമലാളി. പാതിരാ നക്ഷത്രം കഥകടച്ചു.
മകരനിലാവിൻ മാളിക പൊയ്കയിൽ മാരമഹോത്സവ യാമങ്ങളിൽ ഒത്തുചേർന്നങ്ങനെ നമ്മൾ വിടർത്തിടും സ്വർഗാനുഭൂതി തൻ പൂവിനങ്ങൾ പൂക്കുന്നു വാരുന്ന കോമളാങ്കി പൂവേറുകൊള്ളുന്ന കോമളൻ ഞാൻ പാതിരാ നക്ഷത്രം കഥകടച്ചു. ഇതുപോലൊരു പാട്ടാണ്. മധുപകർന്ന ചുണ്ടുകളിൽ മലർ വിടർന്ന ചുണ്ടുകളിൽ മറന്നു വെച്ചു പോയേ ഞാൻ മധുര മധുരമൊരു ഗാനം. ഇത് പുരുഷനാണ് പാടുന്നത്. മധുപകർന്ന ചുണ്ടുകളിൽ മലർ വിടർന്ന ചുണ്ടുകളിൽ മറന്നു വെച്ചു പോയേ ഞാൻ മധുര മധുരമൊരു ഗാനം. ഇപ്പൊ പെണ്ണ് പറയാണ്, മധുപകർന്ന ചുണ്ടുകളിൽ മലരമർന്ന ചുണ്ടുകളിൽ മറന്നു വെച്ചു പോയേ ഞാൻ മധുര മധുരമെൻ നാണം. ഇത് ബാബുരാജൻ്റെ പാട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പാടിയത്. ഇനി മാഷ്ട ഒരു പാട്ടും കൂടി ഞാൻ പാടും, ദേവരായ മാഷ പാട്ട് പാടാതെ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. അതിന് നിങ്ങൾ സമ്മതിക്കണം. സാറ് സംസാരിക്കട്ടെ. ഈ സാറ് വേഗം നമുക്ക് അവസാനിപ്പിക്കുകയും പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാറിനോട് ഇപ്പം തന്നെ ഇപ്പോൾ രതി ഒളിപ്പിച്ച് വെച്ച് ഇത്രയും മനോഹരമായ പാട്ട് എഴുതി എന്നൊക്കെ പറയുന്നത്, ഞാൻ ചോദിക്കുന്ന ഈ പാട്ടുകൾ ഇപ്പോൾ എഴുതും, വീണ്ടും ഞാൻ ഒരു സമകാലിക സിറ്റുവേഷനിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരികയാണ്. എന്താണെന്ന് വെച്ചാൽ പാട്ടുകൾ ഇപ്പോൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പോലും വാസ്തവത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിഞ്ഞുകൂടാ. പലതും എക്സ്പ്ലിസിറ്റ് ആവാൻ പലപ്പോഴും ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അങ്ങേയറ്റം ഒതുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ഇതിനകത്തൊന്നും അർത്ഥം നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ എന്തോ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇല്ലുമിനാറ്റി എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും, എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. എനിക്കറിയില്ല, അത് അതിൻ്റെ ഒരു സോങ്ങിൻ്റെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട കേരളത്തിലല്ല, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട മലയാളം പാട്ടാണ്. അപ്പോൾ ആ പാട്ടിനും ജനപിന്തുണയുണ്ട്. ഇതുപോലെയുള്ള ആളുകൾ ഇത്രയധികം ആഗ്രഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പാട്ടുകളും ഉണ്ട്. എന്തായിരിക്കണം പുതിയ കാലത്തെ പാട്ടിനെ കുറിച്ചുള്ള സാറിൻ്റെ ഒരു കൺസെപ്റ്റ്, നാളത്തെ പാട്ടിനെ കുറിച്ച്, മലയാള സിനിമയിലെ നാളത്തെ ഗാനങ്ങളെക്കുറിച്ച് തമ്പി സാറിന് എന്താണ് പറയാനുള്ളത്? പാട്ടൊരു അനുഭവമാകണം. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ തുടരണം, നമ്മുടെ ബുദ്ധിയെയും തുടരണം. ഏത് പാട്ടായാലും. ഇപ്പോൾ ഇപ്പോഴത്തെ സംഗീത രീതി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ട്യൂൺ തന്നിട്ടാണ് പാട്ട് എഴുതുന്നത്. ആർക്കും ഒരു മ്യൂസിക് ഡയറക്ടറും കവിത ട്യൂൺ ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഒറ്റയാളുമില്ല. അവർ കീബോർഡിൽ ഒരു ട്യൂൺ വായിക്കും, ആ ട്യൂൺ കേട്ട് നമ്മൾ എഴുതണം. അത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ പലർക്കും മനസ്സിലാക്കി. എൻ്റെ പാട്ടുകളിൽ പകുതി ഞാൻ അങ്ങനെ എഴുതുകയാണ്. ഇപ്പോൾ സലീൽ ചൗധരി ഞാനും കൂടെ ചെയ്യും. സലീലായിക്ക് മലയാളം അറിയില്ല, അദ്ദേഹം ട്യൂണാണ് വരുന്നത്. മലർക്കൊടി പോലെ വർണ്ണത്തു തന തനനാന താന തനനാന എന്ന് പാടി തന്നാണ്. താനന താനന തന്നാനാന പൂവിളി പൂവിളി പൊന്നോണമായി, ഇങ്ങനെ അദ്ദേഹം പാടിത്തന്ന തനന കേട്ടാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്. കനുഘോഷ്, അത് കനുഘോഷ്. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം. കനുഘോഷ് ബംഗാളിയാണത്, അദ്ദേഹത്തിൻ്റെ ട്യൂണാണ്. പിന്നെ മറ്റ് വേദപാൽ വർമ്മ, എഴിലം പാലപ്പൂത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ തനനാ താനന താന പാടിത്തന്നാണ്. പാടിത്തന്ന് കേട്ടെഴുതുകയാണ്. അപ്പോൾ എഴുതാൻ കഴിവുള്ളവർക്ക് രണ്ട് തരത്തിൽ എഴുതാൻ പറ്റും, ഒരു കുഴപ്പമില്ല. രണ്ട് തരത്തിൽ എഴുതാൻ പറ്റും, ഹിറ്റാക്കാനും പറ്റും. അതിൽ ഈ കനുഘോഷനൊരു പാട്ടുണ്ട്,
ചന്ദനത്തൊട്ടിൽ ഇല്ല, ചാമരത്തൊട്ടിൽ ഇല്ല, ചെന്താമര കണ്ണനുണ്ണി വാവോ. താരാട്ടാണ്. ഇതെല്ലാം ട്യൂൺ വെച്ച് എഴുതിയാണ്. അപ്പം ട്യൂൺ വെച്ച് എഴുതാൻ ഒരു പ്രയാസവുമില്ല. അല്പ സംഗീത ബോധം ഉണ്ടെങ്കിൽ പ്രയാസം. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താ? പക്ഷെ അന്ന് അത് ട്യൂൺ വെച്ച് എഴുതിയാൽ, ഉദാഹരണം സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം എന്ന വരികൾ ചിലപ്പോൾ ഒരു ട്യൂണിൽ ഒതുങ്ങിയെന്ന് വരില്ല. അതുപോലുള്ള ചില ആശയങ്ങൾ ചിലപ്പോൾ ഒരു ട്യൂണിൽ ഒതുങ്ങിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്ത് കുറേ കൂടെ നന്നായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 2 വർഷം മുമ്പ്, ഞാനിപ്പോൾ അധികം പാട്ട് എഴുതുന്നില്ല, ഒരു യുവ സംവിധായകൻ എന്നോട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞ് വന്നു. അപ്പം ഞാൻ ശരി, ഒരു പാട്ടല്ല ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞ വാചകം, സാറേ ചന്ദ്രയിലായിരുന്നു ചന്ദ്രകാന്തവും ഹൃദയസരസ്വൊന്നും വേണ്ട, കാറ് കേട്ടാൽ ഇമ്പമുള്ള നല്ല കുറേ വാക്കുകൾ ഇട്ടെന്നാൽ സാറേ, അർത്ഥമൊന്നും നോക്കണ്ട. ഇതൊരു സംവിധായകൻ പറയുന്ന ആലോചിക്കണം. ഒരു ചലച്ചിത്ര സംവിധായകൻ എന്നോട് പറഞ്ഞതാണ്. അതായത് താങ്കളുടെ പഴയ പാട്ടൊക്കെ അങ്ങ് മറന്നേര്, അതൊന്നും വേണ്ട, താങ്കൾ ഒരു നല്ല പദങ്ങൾ ചേർത്ത് വെച്ച് തരിക, അർത്ഥമൊന്നും നോക്കണ്ട, ആരെ അർത്ഥം നോക്കുന്നത്. അപ്പോൾ അയാളൊരു ഒരു ഉദാഹരണം കൂടെ എന്നോട് പറഞ്ഞു. ഒരു ഉദാഹരണം എന്തറിയോ? മുക്കാബല മുക്കാബല ലൈല ഓ ലൈല, സൂപ്പർ ഹിറ്റ് അല്ലേ? അർത്ഥം ആർക്കെങ്കിലും അറിയോ? അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ചോദ്യം കൂടെ കറക്റ്റ്. അതാണ് ഇന്നത്തെ പാട്ടുകളുടെ അവസ്ഥ. അപ്പോൾ നമുക്കൊന്നും പറയാനൊക്കത്തില്ല, ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് എഴുതുന്നില്ല, അത്രയേ ഉള്ളൂ. ദേവരായ മാഷ് പാട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പാടാം. അപ്പം ഞാൻ ഓഡിയൻസിലേക്ക് വരാം. 50 മിനിറ്റ് കൊണ്ടൊന്നും ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ പറ്റില്ല. അപ്പം അതിന് പരിമിതിയുണ്ട്. അപ്പം അടുത്ത പാട്ടിലേക്ക് പാട്ടിലേക്ക് വരാം. ഈ ഒരു ചോദ്യം വന്നു, അത് സാറ് നേരത്തെ മറുപടി പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്കറിയാം, എങ്കിലും ഒരു ചോദ്യം വന്നിരിക്കുന്നു. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്ന പാട്ടിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചുള്ള രഹസ്യം അതെന്താണ്? അതിൻ്റെ ഒരു ചരിത്രം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നുള്ള പാട്ട് അവസാനിപ്പിക്കുന്നത് വേറൊരു ക്ലൈമാക്സിലാണല്ലോ. നിന്നിൽ ആ ചോദ്യം ചോദിച്ച ആള് ഒന്നുകൂടി വിശദീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കാം. അല്ല, എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണ്ണമി വിടർന്നതിന് അവസാനമാണ് നിന്നിൽ എന്നും പൗർണ്ണമി വിടർന്നതിന്. അല്ല, അതിലെന്താ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? കാരണം എൻ്റെ മാസം ചന്ദ്രികയാണെങ്കിൽ നിൻ്റെ എല്ലാ രാത്രികളും പൗർണ്ണമിയായേനെ. ഒരു പുരുഷൻ എന്മന്ദഹാസം എന്ന് തനിയെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കില്ല. എന്മന്ദഹാസം ചന്ദ്രികയായി അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അവസാനമാണ് ആ ക്ലൈമാക്സ് പൊളിക്കുന്നത്. നിന്നിൽ ചരിത്രം അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? അതങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം വെച്ചാൽ അത് അവസാനം അത് പറയുന്നതാണ് അതിൻ്റെ ഡെപ്ത് വരിക. അതായത് എൻ്റെ മന്ദഹാസം ചന്ദ്രികയാവുകയാണെങ്കിൽ ചിലർ ചോദിച്ചിട്ടുണ്ട്, അത് പെണ്ണോട് പാടുമ്പോൾ നിൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്ന് പാടണമെന്ന്. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്ന് പറയുന്ന ആത്മപ്രശംസയല്ലേ? അങ്ങനെ ശരിയാണോ? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അവസാനം വരെ പാട്ടുകൾക്ക് അവസാനം എങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നു നോക്ക്. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പറയും, നിന്നിൽ എന്നും പൗർണ്ണമി വിടർന്നതിന്. അത് അവസാനം കൊണ്ടുവരാനായിട്ട് അതാണ് ക്ലൈമാക്സ്. അങ്ങനെ കൊടുക്കുന്നതാണ് നല്ല എഴുത്തുകാരൻ്റെ അവൻ്റെ കഴിവ്, അതാണ് പ്രതിഭ. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ചില പാട്ടുകൾ ആദ്യമേ പറയാൻ പാടില്ല, അത് അവസാനമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ക്ലൈമാക്സ്. അല്ല, കൊണ്ടുവരാം കുറച്ച് പേര്. അല്ല, ഹെന്മന്ദഹാസം ദക്ഷിണാമൂർത്തി സ്വാമി. അല്ല, അർജുന മാഷിന്റെ പാട്ട് വേണമെന്നാ ഉദ്ദേശിച്ചത്. സാറേ, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ എന്നുള്ള സാർ പാടിയത് തന്നെയാണ്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാ ആവണി തന്നെ, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. അത് ചന്ദ്രകാന്തത്തിലെ പാട്ടല്ലേ? അതെ, ചന്ദ്രകാന്തല്ലേ. അതൊന്നും ഓർക്കുന്നതാണ്, അത് പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. ആർക്കെങ്കിലും മറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക്. ടൈമിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് കേട്ടോ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് പാടാനോ പറയാനോ പറ്റുന്നില്ല. മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്കൊരു 1-2 പാട്ടുകളിലേക്ക് കടന്ന് അവസാനിപ്പിക്കട്ടെ. അല്ല, ജയേഷേട്ടാ ഉദ്ദേശിച്ച പാട്ട് പാടിക്കോളും. അർജുന മാഷ പാട്ട് ആവശ്യപ്പെട്ട പാടാം. അർജുന മാഷ പാട്ട് നമ്മൾ അതിനിടയ്ക്ക് പാടി. അതെ. ഞാൻ മാഷോട് പാട്ട്
ദേവരായ മാഷ് ഒരു പാട്ട് പാടാതെ വിട്ടാൽ അത് തമ്പി സാറിൻ്റെ ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു പാട്ടാണ്. അതാണ് ഞാനത് പറയാൻ കാരണം. സാറേ, ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. സാർ പറയൂ. സാർ, എത്ര ഭാവനാസുന്ദരമായ ഗാനങ്ങളാണ് സാറാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മനസ്സുകൊണ്ട് സാറിന് ഭാരതരത്ന തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ട്. സാറ് ഈ സ്വർഗമെന്ന ഗാനത്തിൽ സ്വർണ്ണമുഖി നദിക്കെതിരെ എഴുതിയിട്ടുണ്ടല്ലോ. ആ സ്വർണ്ണമുഖി നദി എന്ന് പറഞ്ഞാൽ സാർ അങ്ങനെ ഒരു നദിയുടെ തീരത്ത് പോയിട്ടുണ്ടോ? ഞാൻ അറിയാൻ ചോദിച്ചതാണ്. കാരണം ഈ കാളഹസ്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ നദിയുണ്ട്. ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ പാട്ടും ആലോചിച്ചു കുറച്ചു നേരം അവിടെ ഇരിക്കുകയും ചെയ്തു. കാളഹസ്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വർണ്ണമുഖി എന്ന നദി സ്വർഗത്തിലുള്ളതല്ലേ? കാരണം മരിച്ച കഴിഞ്ഞ ഭർത്താവ് മുന്നിൽ വരുന്നതായിട്ട് ഭാര്യയ്ക്ക് തോന്നുന്നു. സാർ, ഇത്ര നായകൻ മരിച്ചു. അതെ, ഇത്ര വിരഹ നായകൻ മരിച്ച് ആ നായകൻ തൻ്റെ മുന്നിൽ വന്ന് പാടുന്നതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണമുഖി നദിക്കരയിൽ നിൽക്കുന്നത്. അത് സ്വർഗത്തിൽ നിന്ന് വന്ന് പാടുന്നതാണ്. അതൊരു സങ്കല്പം, ആ ഭാര്യയുടെ ഒരു സങ്കല്പം മാത്രമാണ്. അതുകൊണ്ടാണ് സ്വർഗമെന്ന കാട്ടിൽ എന്താണ് നമ്മൾക്കൊക്കെ സ്വർഗം മനോഹരമാണ്. പക്ഷെ അതിൽ പറയുന്ന സ്വർഗം കാട എന്തുകൊണ്ടാണ്? നീ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട്. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ സ്വപ്നമായി വാഴുന്നു ഞാൻ സുഖമറിയാതെ. നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്വർഗം കാടാണ്, ഞാൻ സുഖം അറിയുന്നില്ല എന്നാണ് പാടുന്നത്. ഇത് ഒരു സങ്കല്പമാണ്. പക്ഷേ ഞാൻ എഴുതുമ്പോൾ എൻ്റെ ഈ ഓരോന്നും വളരെ വ്യക്തമായിട്ട്, അതുകൊണ്ടായിരിക്കും ഇപ്പോഴും നിങ്ങളെ പാട്ട് ഓർക്കുന്നത്. നിങ്ങളെ പാട്ട് ഇപ്പോഴും ഓർക്കുന്നതിന് ഒരു കാരണം അതായിരിക്കും. ഇതൊക്കെ അവാർഡ് കിട്ടാതെ പോയ പാട്ടുകളാണ് കേട്ടോ. എന്തൊരു കഷ്ടമാണ്. നിത്യനിരാശ നിശാഗന്ധി നിർമ്മലേ നീ വിടർന്നു. നിത്യനിരാശ നിശാഗന്ധി നിർമ്മലേ നീ വിടർന്നു. തോരാത്ത ദുഃഖത്തിൻ ഹിമവർഷത്തിൽ ലോലദളങ്ങൾ നനഞ്ഞു. തോരാത്ത ദുഃഖത്തിൻ ഹിമവർഷത്തിൽ ലോലദളങ്ങൾ നനഞ്ഞു. പൂജ പുഷ്പമേ പൂജാ പുഷ്പമേ പൂഴിയിൽ വീണ പൂജാ പുഷ്പമേ. പുതിയ കോവിലിൽ പൂജാരി നിനക്കായി പൂപ്പാലികയൊരുക്കി. പൂജാ പുഷ്പമേ. താങ്ക് യു. നമുക്ക് അവസാനിപ്പിക്കാനുള്ളൊരു സമയമായി. ഈ സദസ്സ് എന്തുകൊണ്ടും വളരെ പ്രിയപ്പെട്ട സദസ്സാണ്. തൊട്ടപ്പുറത്ത് ശ്രീ മമ്മൂട്ടി ഓർത്തുസ് ഉദ്ഘാടനം ചെയ്യാൻ ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപും ശ്രീകുമാരൻ തമ്പി സാറിനെ കേൾക്കാൻ വേണ്ടി മാത്രമായി ഇത്രയും പേര് നിറഞ്ഞ ഈ സദസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തമ്പി സാറിനും ജയകൃഷ്ണേട്ടനും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.